അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒറ്റ രാവുകള് ഇനി 3 ദിവസങ്ങളും കൂടി ഉള്ളു. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ വലിയ സമ്മാനമാണ്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിലാണ് ബുദ്ധി. അപ്പോ നമ്മൾ ചെല്ലേണ്ട, പറയേണ്ട, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കൂട്ടത്തില് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പറയാനാണ്. അഥവാ ലൈലത്തുൽ ഖദറിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി 7 വട്ടം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാം. രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 7 വട്ടം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാം. സാധാരണ പോലെ തഹിയ്യാത്തും ദുആയും ഒക്കെ കഴിഞ്ഞ് സലാം വീട്ടിയ ശേഷം അതേ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് 70 വട്ടം ചെല്ലുക. 70 എന്ന് പറഞ്ഞാൽ 70 എണ്ണം പിടിച്ച് ചെല്ലണം. കൂടും വേണ്ട, കുറയും വേണ്ട. അങ്ങനെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ മഹാന്മാരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, അവൻ ആ സീറ്റിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് യഗ്ഫിറുല്ലാഹു ലഹു വലി അബവൈഹി, ഓനും അവന്റെ മാതാപിതാക്കൾക്കും സകല പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഈ നിസ്കാരം കൊണ്ട് ഓന്റെയും പാപം കൊടുക്കാനും അവന്റെ ഉമ്മയുടെയും ഓന്റെ ഉപ്പയുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കാനും മാത്രമല്ല, മലക്കുകളെ വിളിച്ചിട്ട് യജ്റൂന ലഹുൽ അൻഹാറു വയബ്നൂന ലഹുൽ ഖുസൂറു വയഗ്റഫൂന ലഹുൽ അസ്ജാർ, സ്വർഗ്ഗലോകത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാന്, അതുപോലെ വലിയ വലിയ മാളികകൾ പണിയാന്, അതുപോലെ അതിന്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന പുഴകൾ ഒഴുക്കാന്, ഉണ്ടാക്കാന്, ഇതിനൊക്കെ വേണ്ടി മലക്കുകൾ പ്രത്യേകമായിട്ട് ഏൽപ്പിക്കപ്പെടാണ്. അതോടൊപ്പം അതിന്റെ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത്, ഈ ഒരു രംഗം, ഈ ഒരു സ്ഥാനവും മാനവും കാണാതെ ഇങ്ങനെ നിസ്കരിച്ച് അള്ളാഹു സ്വീകരിച്ച ഒരാളും മരിച്ചു പോകില്ലാന്ന്. അഥവാ മരിക്കണേന് മുമ്പ്, മരണത്തിന്റെ നേരത്തെ ഈ പറയപ്പെട്ട സ്ഥാനങ്ങളും ഇരിപ്പിടങ്ങളും ആ സന്തോഷങ്ങളൊക്കെ കണ്ടിട്ടേ മരിക്കുള്ളൂ. നമ്മൾ ആലോചിക്കണം, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ രാവുകളിലാണ് ഏറെ 99% പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ചെയ്താല് നമുക്ക് ലഭ്യമാവുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരിക്കലും മറക്കാതെ മടിക്കാതെ ചെയ്യാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. മഗ്‌രിബ് മുതൽ സുബഹി വരെയുള്ള ആ സമയത്തിനുള്ളിലാണ് ഇത് നിർവഹിക്കേണ്ടത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കള്, മരുമക്കള്, നമ്മുടെ വലിയ പെൺമക്കള്, നമ്മുടെ കൂട്ടുകാരികൾ, നമ്മൾ പലപ്പോഴും കോണ്ടാക്റ്റില് ഷെയറിങ് ചെയ്യുന്ന, അതുപോലെ വാട്സപ്പിൽ ബന്ധപ്പെടുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ മെസ്സേജ് കൈമാറി അവരും കൂടെ ഈ ഒരു നന്മയിൽ പങ്കാളികളാവണമെന്ന് വലിയ ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ നിർവഹിക്കാനും ലൈലത്തുൽ ഖദറിൽ അത് ഉൾപ്പെടാനും, അങ്ങനെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാനും പടച്ച റബ്ബ് നമ്മളൊക്കെ തൗഫീഖ് നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.